2003 വയനാട് ജില്ലയിലെ മുത്തങ്ങയിൽ നടന്ന ആദിവാസി സമരവും അതിനെ തുടർന്നുണ്ടായ പോലീസ് നടപടികളും കേരള ചരിത്രത്തിലെ ഒരു പ്രധാന ഏടായി തന്നെ നിലനിൽക്കുന്നു. ആദിവാസികൾക്ക് ഭൂമി നൽകണമെന്ന ആവശ്യവുമായിട്ടായിരുന്നു ഈ ഒരു സമരം ആരംഭിച്ചത്. കേരളത്തിലെ ആദിവാസികൾക്ക് ഭൂമി ഇല്ലായ്മ ഒരു വലിയ പ്രശ്നമായിരുന്നു. പലപ്പോഴും വനഭൂമിയിൽ നിന്നും അവരെ കുടിയിറക്കുകയും പകരം ഭൂമി നൽകാതിരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ട ഒരു കാര്യം. 2001 തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റ് മുന്നിൽ CK ജാനുവിൻ്റെ നേതൃത്വത്തിൽ നടന്ന കുടിൽകെട്ടി സമരം 48 ദിവസം നീണ്ടുനിന്നിരുന്നു. ഈ സമരം അന്നത്തെ മുഖ്യമന്ത്രി AK ആൻ്റണിയുമായി ഒരു കരാറിൽ എത്തുന്നതിലൂടെയാണ് അവസാനിക്കുന്നത്. ആദിവാസികൾക്ക് കൃഷി ചെയ്യാനായി 5 ഏക്കർ ഭൂമി വീതം നൽകാമെന്ന് ആ കരാറിൽ വാഗ്ദാനം ചെയ്തിരുന്നു. അതായത് ഒരു കുടുംബത്തിന് 5 ഏക്കർ ഭൂമി വീതം വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ ഈ വാഗ്ദാനങ്ങൾ സർക്കാർ പിന്നീട് കണ്ടില്ലെന്ന് നടിക്കുകയായിരുന്നു. വീണ്ടും സമരമുഖത്തേക്ക് ഇറങ്ങാൻ ആദിവാസികൾ നിർബന്ധിതരായി. വാഗ്ദാനം പാലിക്കാത്തതിനെ തുടർന്ന് ആദിവാസി ഗോത്ര മഹാസഭയുടെ നേതൃത്വത്തിൽ CK ജാനുവും M ഗീതാനന്ദനും ഉൾപ്പെടെയുള്ളവർ 2003 ജനുവരി 5 മുത്തങ്ങയിലെ വനഭാഗം കയ്യേറി കുടിൽ കെട്ടി സമരം ആരംഭിച്ചു. സ്വന്തമായി ഒരു ഊര് സ്ഥാപിക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. ഇതൊരു പ്രതീകാത്മക സമരമുഖമായിരുന്നു എന്നാണ് പിന്നീട് അവർ വിശദീകരിക്കുന്നത്. ഏകദേശം 700ഓളം കുടിലുകളാണ് അന്ന് മുത്തങ്ങയിൽ ഉയർന്നത്. 700ഓളം കുടുംബങ്ങൾ, 700ഓളം കുടിലുകൾ. ഇതിൻ്റെ ഭാഗമായിട്ട് വളരെ വലിയ ഒരു പ്രശ്നം ഉടലെടുത്തു എന്ന് തന്നെ വേണം നമ്മൾ കരുതാൻ. 45 ദിവസത്തോളം സമരം സമാധാനപരമായി തുടർന്നു. സമരക്കാർക്ക് ഭൂമി പ്രശ്നം പഠിക്കാനായി അന്നത്തെ ഒരു ഡയറ്റ് അധ്യാപകനായ KK സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ ക്ലാസ്സുകൾ എടുത്തിരുന്നു. സമരക്കാർക്ക് സമരം എന്താണെന്നും ഏത് തരത്തിലാണെന്നും, കാരണം ആദിവാസികളാണല്ലോ, അവർക്ക് ഇതിനെപ്പറ്റി ബാലപാഠങ്ങൾ പോലും അറിയാത്ത ആളുകളൊക്കെയാണ് ഈ സമരത്തിൽ പങ്കെടുക്കുന്നത്. തീർച്ചയായിട്ടും അവരെ ഇത്തരത്തിൽ ഒരു അവബോധം വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളായിരുന്നു ഈ സുരേന്ദ്രൻ എടുത്തിരുന്നത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ ബന്ദിയാക്കുന്ന ഒരു പ്രശ്നമാണ് പിന്നീട് അരങ്ങേറുന്നത്. 2003 ഫെബ്രുവരി 17 ആദിവാസി കുട്ടികൾ ഉറങ്ങിക്കിടന്ന ഷെഡിന് സമീപം വളരെ വലിയ തോതിലൊരു തീപിടുത്തമുണ്ടാകുന്നു. ഇത് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ മനഃപൂർവ്വം ചെയ്തതാണെന്ന് ആരോപിച്ച് ആദിവാസികളിൽ ചിലർ ഉദ്യോഗസ്ഥരെ ബന്ദികളാക്കുന്നു. പിന്നീട് ഇവരെ മോചിപ്പിക്കുന്നുണ്ട്. അത് കളക്ടറടക്കമുള്ള ആളുകളുമായിട്ടുള്ള ചർച്ചയുടെ ഭാഗമായിട്ടാണ്. എന്നാൽ ബന്ദികളാക്കിയ ഉദ്യോഗസ്ഥരെ മോചിപ്പിച്ചെങ്കിലും സമരക്കാരെ വനത്തിൽ നിന്ന് പുറത്താക്കാൻ 2003 ഫെബ്രുവരി 19 പോലീസ് വളരെ വലിയ സന്നാഹങ്ങളുമായി വനത്തിലേക്ക് പ്രവേശിക്കുന്നു. തോക്കും ലാത്തിയും ഗ്രനേഡുകളും ഉപയോഗിച്ച് പോലീസ് പാവപ്പെട്ട ആദിവാസി സമരക്കാരെ നേരിടുന്നു. ആദിവാസികളാവട്ടെ അമ്പും വില്ലും ഉപയോഗിച്ച് ചെറുക്കാൻ ശ്രമിക്കുന്നു. പോലീസ് ആക്രമണം കനക്കുന്നു. ഈ പരിഷ്കൃത സമൂഹത്തിലും പ്രത്യേകിച്ച് ആൻ്റണി മന്ത്രിസഭ, UDF മന്ത്രിസഭ, അതേപോലെ തന്നെ UDFൻ്റെ ഭരണം, ഇതൊക്കെ നടക്കുന്ന കാലത്തും ഇങ്ങനെ ഒരു വിഷയം നടന്നു എന്നുള്ളത് എല്ലാവരെയും, പുതിയ തലമുറയെ, ഏകദേശം 21 വർഷങ്ങൾക്ക് മുൻപുള്ള കഥയാണ്, തീർച്ചയായിട്ടും പുതിയ തലമുറയെ ഇത് ആശ്ചര്യപ്പെടുത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ബാക്കി പത്രം എന്നുള്ള രൂപത്തിൽ നമുക്ക് ഈ ഒരു ആക്രമണത്തെയും വെടിവെപ്പ് അടക്കമുള്ള പ്രശ്നങ്ങളെയും അപഗ്രഥിക്കുമ്പോൾ കാണാനാവുക ഈ ഒരു പോലീസ് വെടിവെപ്പിൽ ജോഗി എന്ന ആദിവാസി യുവാവ് രക്തം വാർന്ന് മരണപ്പെടുന്നതാണ്. തുടർന്നുണ്ടായ സംഘർഷത്തിൽ K വിനോദ് എന്ന പോലീസ് ഉദ്യോഗസ്ഥനും കൊല്ലപ്പെടുന്നു. പോലീസിൻ്റെ ഭാഗത്തുണ്ടാകുന്ന കൃത്യവിലോപമാണ് യഥാർത്ഥത്തിൽ ഈ പോലീസുകാരൻ്റെയും ആദിവാസി യുവാവ് ജോഗിയുടെയും മരണത്തിൽ കലാശിക്കുന്നതെന്ന് കൃത്യമായും റിപ്പോർട്ടുകൾ, സ്ഥലത്തുണ്ടായിരുന്ന മാധ്യമപ്രവർത്തകർ റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ ആക്രമണങ്ങൾക്കിടയിൽ വളരെ തന്ത്രപൂർവ്വം പോലീസ് മാധ്യമപ്രവർത്തകരെ അടിച്ചോടിക്കുകയായിരുന്നു. ആ സിറ്റുവേഷനിൽ അവിടെ ആ പരിസ്ഥിതിയിൽ നിന്ന് അവരെ ഒഴിവാക്കുകയായിരുന്നു എന്നൊക്കെയാണ് പിന്നീടുള്ള റിപ്പോർട്ടുകളിലൂടെ നമുക്ക് മനസ്സിലാവുക. പോലീസ് വളരെ ക്രൂരമായ അതിക്രമങ്ങളാണ് അഴിച്ചുവിട്ടത്. കുടിലുകൾ തകർക്കുകയും ആദിവാസികളെ കൂട്ടത്തോടെ അറസ്റ്റ് ചെയ്യുകയും മർദ്ദിച്ച് ഒതുക്കുകയുമായിരുന്നു. സ്ത്രീകളെയും കുട്ടികളെയും ഉൾപ്പെടെ പോലീസ് അതിക്രൂരമായി മർദ്ദിച്ചു. പിന്നീട് 2003 ഫെബ്രുവരി 21 സുൽത്താൻ ബത്തേരിക്കടുത്ത് നമ്പിക്കൊല്ലിയിൽ വെച്ച് CK ജാനുവിനെയും M ഗീതാനന്ദനെയും അറസ്റ്റ് ചെയ്തു. ഇവർക്കും കടുത്ത മർദ്ദനമാണ് ഏൽക്കുന്നത്. മുത്തങ്ങ സമരത്തിന് പിന്തുണ നൽകി ക്ലാസുകളെടുത്ത KK സുരേന്ദ്രനെയും അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. മുത്തങ്ങ സമരം ദേശീയ തലത്തിൽ വളരെ വലിയ ചർച്ചയായി മാറി.
ആദിവാസി ജനതയുടെ ഭൂമി പ്രശ്നങ്ങൾ പൊതുസമൂഹത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിൽ ഈ സമരം നിർണായകമായ പങ്ക് വഹിച്ചു എന്ന് പറയാം. മുത്തങ്ങ സമരവുമായി ബന്ധപ്പെട്ട് പോലീസ്, വനം വകുപ്പ് എന്നിവർക്കെതിരെ നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടു. എന്നാൽ ആദിവാസികൾക്കെതിരെയാണ് കൂടുതൽ കേസുകൾ നിലനിന്നത്. നീതി തേടിയുള്ള പോരാട്ടത്തിൽ ആ സമരത്തിൽ പങ്കെടുത്ത പല ആദിവാസികളും ഇന്നും ഭൂമി ലഭിക്കാതെ നീതി തേടി കോടതി വരാന്തകളിൽ കയറിയിറങ്ങുകയാണ്. കൂടാതെ അവർ പ്രതികളാക്കപ്പെട്ട കേസുകളിലും അവർ വളരെയേറെ ബുദ്ധിമുട്ടുകൾ ഇന്നും അനുഭവിക്കുന്നു. അന്ന് സർക്കാർ വാഗ്ദാനം ചെയ്യുന്ന ഭൂമികൾ ഇന്നും അവർക്ക് നൽകിയിട്ടുമില്ല. എന്നാൽ പോലീസിനെതിരെയുള്ള അന്വേഷണങ്ങളിൽ എങ്ങും എവിടെയും ഒന്നും എത്തിയില്ല എന്നുള്ളതാണ് നമുക്ക് പറയാനാവുക. ആദിവാസികൾക്ക് നേരെ നടന്ന പോലീസ് അതിക്രമങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്താൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും പട്ടികവർഗ കമ്മീഷനും ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ കാര്യമായ നടപടികളൊന്നും കേരള സർക്കാരിൻ്റെയോ ആ ഒരു മന്ത്രിസഭയുടെയോ തുടർന്നു വന്ന CPMൻ്റെ മന്ത്രിസഭകളുടെയോ ഭാഗത്തു നിന്ന് യാതൊരു തരത്തിലുള്ള നീക്കങ്ങളും ഉണ്ടായില്ല എന്നുള്ളതാണ് വിവാദപരമായ ഒരു പ്രശ്നമായി നിലകൊള്ളുന്നത്. KK സുരേന്ദ്രന് നഷ്ടപരിഹാരം നൽകാനുള്ള ബത്തേരി സബ് കോടതിയുടെ വിധിക്കെതിരെ സംസ്ഥാന സർക്കാർ അപ്പീൽ നൽകിയത് വളരെ വിവാദമായിരുന്നു. മുത്തങ്ങ സമരം കേരളത്തിലെ ആദിവാസി മുന്നേറ്റങ്ങൾക്ക് പുതിയ ദിശാബോധം നൽകി. ചെങ്ങറ, അരിപ്പ തുടങ്ങിയ പിന്നീട് നടന്ന ഭൂസമരങ്ങൾക്കെല്ലാം ഇത് വളരെ വലിയ തോതിൽ പ്രചോദനമാവുകയായിരുന്നു. മുത്തങ്ങ സമരം ആദിവാസി സമൂഹത്തിന് വലിയ ആത്മവിശ്വാസം നൽകി എന്നുള്ളത് സത്യമാണ്. ഭൂമി പ്രശ്നം ഇപ്പോഴും പൂർണ്ണമായി പരിഹരിക്കപ്പെട്ടില്ലെങ്കിലും ഈ സമരം ആദിവാസികളുടെ അവകാശങ്ങളെക്കുറിച്ച് ശക്തമായ ചർച്ചകൾക്ക് വഴി തുറന്നു എന്നുള്ളതാണ് വാസ്തവം. മുത്തങ്ങ ഭൂസമരങ്ങളുടെ പിന്നാമ്പുറ കഥകളും രാഷ്ട്രീയ ഇടപെടലുകളെക്കുറിച്ചും അല്പമൊന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. സർക്കാർ വാഗ്ദാന ലംഘനം നടത്തി എന്നുള്ളതാണ് അടിസ്ഥാനപരമായ കാരണമായി സംഭവിക്കുന്നത്. 2001 സെക്രട്ടേറിയറ്റിന് മുന്നിൽ CK ജാനുവിൻ്റെ നേതൃത്വത്തിൽ നടന്ന കുടിൽകെട്ടി സമരത്തെ തുടർന്ന് ആന്റണി സർക്കാർ ആദിവാസികൾക്ക് ഭൂമി നൽകാമെന്ന് കരാറുണ്ടാക്കിയിരുന്നു. എന്നാൽ ഈ കരാർ നടപ്പിലാക്കാത്തതാണ് മുത്തങ്ങ സമരത്തിലേക്ക് നയിക്കുന്നത്. സർക്കാർ തങ്ങളുടെ വാഗ്ദാനം പാലിക്കില്ലെന്ന് ഉറപ്പായപ്പോൾ ആദിവാസികൾക്ക് സ്വന്തമായി ഭൂമി കണ്ടെത്താൻ മുത്തങ്ങയിലേക്ക് പോകേണ്ടി വന്നു എന്ന ഒരു സ്ഥിതിവിശേഷം സംജാതമാകുകയായിരുന്നു. ഏകദേശം 2 വർഷത്തോളം ഗവൺമെൻറ് ഈ വാഗ്ദാനം പാലിക്കാൻ വേണ്ടി ആദിവാസികൾ കാത്തിരുന്നു. എങ്കിലും നടന്നത് മറ്റൊന്ന്. ഭരണകൂടത്തിൻ്റെ നിഷ്ഠൂരമായ ഒരു നിലപാട് തന്നെയായിരുന്നു യഥാർത്ഥത്തിൽ ഇവിടെ ആദിവാസികൾക്ക് വളരെ വലിയ അവരെ ജീവിതത്തെ പോലും, പലരുടെയും ജീവിതങ്ങളെപ്പോലും ക്രൂശിച്ചത് എന്ന് പറയേണ്ടി വരും. മുത്തങ്ങ സമരത്തെ ഒരു ക്രമസമാധാന പ്രശ്നമായി മാത്രം കണ്ട് ശക്തമായി അടിച്ചമർത്താനാണ് അന്നത്തെ AK ആൻ്റണി സർക്കാർ തീരുമാനിച്ചത്. റിപ്പബ്ലിക്കിനകത്ത് ഒരു റിപ്പബ്ലിക്കോ എന്ന് നിയമസഭയിൽ അന്നത്തെ സ്പീക്കർ പോലും ചോദിക്കുന്നത് ഭരണകൂടത്തിൻ്റെ നിലപാടിനെ വ്യക്തമാക്കുന്നു. വനം കൊള്ളക്കാരുടെ സ്വാധീനം, ആ തരത്തിലുള്ള വളരെ വലിയ ഒരു ഇഷ്യൂ അവിടെ നിലനിന്നിരുന്നു. ഒരു സർക്കാരുകൾക്കോ അല്ലെങ്കിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അടക്കമുള്ള സംവിധാനങ്ങൾക്കോ ഒന്നും തന്നെ ഇവരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ അവരുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ആത്മാർത്ഥമായ ശ്രമങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ യാതൊരു താല്പര്യവുമില്ലായിരുന്നു എന്നുള്ളത് തന്നെയാണ് കഥ. നമ്മളിപ്പോൾ അട്ടപ്പാടിയിലേക്ക് അവിടെയൊക്കെ കാണുന്ന ഒത്തിരി ബിൽഡിങ്ങുകളും കെട്ടിടങ്ങളും അവരുടെ ആദിവാസികൾക്ക് വേണ്ടി പണി കഴിപ്പിച്ചിട്ടുള്ള വീടുകളും കോളനികളും ഒക്കെ കാണാം. പക്ഷേ ഇതൊന്നും യഥാർത്ഥത്തിൽ ആദിവാസികൾക്ക് ഗുണം ചെയ്യുന്നേയില്ല എന്നുള്ളത് നമ്മൾ കുറച്ചുകൂടെ ഇറങ്ങി പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. എന്തായാലും മുത്തങ്ങ വന്യജീവി സങ്കേതത്തിന് സമീപത്തെ ഭൂമി കയ്യേറിയത് വനം ഭൂമാഫിയകളെയും തോട്ടമുടമകളെയും അസ്വസ്ഥരാക്കിയിരുന്നു. ഈ ശക്തികൾ പോലീസിനെ സ്വാധീനിക്കുകയും ആദിവാസികളെ തുരത്താൻ പ്രേരിപ്പിക്കുകയും ചെയ്തതായി വളരെ ശക്തമായ ആരോപണങ്ങൾ തന്നെ അന്ന് നിലവിലുണ്ടായിരുന്നു. ഇവിടെ മാധ്യമങ്ങളുടെ പങ്കും നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട്. മുത്തങ്ങയിൽ നടന്ന പോലീസ് അതിക്രമങ്ങൾ മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടെയാണ് റിപ്പോർട്ട് ചെയ്തത്. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ ഈ വാർത്തകളിൽ ശ്രദ്ധിച്ചിരുന്നത് എനിക്കിന്ന് ഓർമ്മ വരുന്നുണ്ട്. ജാനുവിൻ്റെ ചിത്രങ്ങളും ആദിവാസികളുടെ ദുരിതങ്ങളും പൊതുസമൂഹത്തിന് മുന്നിലെത്തിച്ചത് ഈ വിഷയത്തിൽ വലിയ സഹതാപവും പ്രതിഷേധവും ഉയർത്താൻ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാടുകൾ വളരെ പ്രാധാന്യമുള്ളതായിരുന്നു. ആദ്യകാലത്ത് ചില രാഷ്ട്രീയ പാർട്ടികൾ ആദിവാസികൾക്ക് പിന്തുണ നൽകിയിരുന്നുവെങ്കിലും പോലീസ് നടപടികൾക്ക് ശേഷം പലരും നിസ്സംഗത പാലിക്കുകയോ സർക്കാരിനെ അനുകൂലിക്കുകയോ ചെയ്യുന്ന നിലപാടെടുത്തു. എന്നാൽ മനുഷ്യാവകാശ പ്രവർത്തകരും വിവിധ സംഘടനകളും ആദിവാസികൾക്ക് പൂർണ്ണ പിന്തുണ നൽകി. ഭൂമി പ്രശ്നം
ഇപ്പോഴും ഇതേപോലെ തന്നെ നിലനിൽക്കുന്നു എന്നുള്ളിടത്താണ് പ്രശ്നങ്ങളുടെ ആഴം നമ്മൾ മനസ്സിലാക്കേണ്ടത്. മുത്തങ്ങ സമരം ആദിവാസി ഭൂപ്രശ്നം എന്ന രൂപത്തിലും കേരളത്തിൻ്റെ പൊതുരാഷ്ട്രീയ മണ്ഡലത്തിൽ സജീവമാക്കി നിലനിർത്തുന്നതിൽ വലിയ പങ്കുവഹിച്ചു. എന്നാൽ സമരം നടന്ന് 20 വർഷം കഴിഞ്ഞിട്ടും ഭൂരിഭാഗം ആദിവാസി കുടുംബങ്ങൾക്കും ഒരു തുണ്ട് ഭൂമി പോലും സ്വന്തമായി ലഭിക്കാതെ ദുരിത ജീവിതം തുടരുകയാണെന്നത് ദുഃഖകരമായ വസ്തുതയാണ്. വയനാട്ടിലും അട്ടപ്പാടിയിലും അടക്കം ഇതൊക്കെ തന്നെയാണ് ആദിവാസികളുടെ സ്ഥിതി എന്നുള്ളത് നമ്മളെ വീണ്ടും ഒന്നുകൂടെ ഈ പറയുന്ന പ്രശ്നത്തിൻ്റെ ആഴങ്ങളിലേക്ക് കൊണ്ടുപോകും. മുത്തങ്ങ സമരത്തിൽ പങ്കെടുത്ത 637 കുടുംബങ്ങളിൽ 283 കുടുംബങ്ങൾക്ക് മാത്രമാണ് ഇതുവരെ സർക്കാർ ഭൂമി നൽകിയത്. മുത്തങ്ങ സമരം കേരള ചരിത്രത്തിലെ ഒരു കറുത്ത അധ്യായമായി തന്നെ തുടരുകയാണ്. ആദിവാസി ജനതയുടെ സഹനത്തിൻ്റെയും ചെറുത്തുനിൽപ്പിൻ്റെയും പ്രതീകമായി അത് ഇന്നും ഓർമ്മിക്കപ്പെടുന്നു. ഭരണകൂടം ജനങ്ങളോട്, പ്രത്യേകിച്ച് ദുർബല വിഭാഗങ്ങളോട് എങ്ങനെ പെരുമാറുന്നു എന്നതിൻ്റെ ഒരു പാഠപുസ്തകം കൂടിയാണ് ഇതെന്ന് നമ്മളെ ഏവരെയും ഓർമ്മിപ്പിക്കുന്നു.